കൊച്ചിയുടെ ക്രൈസ്തവരുടെ ആത്മീയാഘോഷമായ ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2025 കൃപാഭിഷേക ധ്യാനത്തിന് സമാപനം. അക്യുനാസ് കോളേജ് ഗ്രൗണ്ടിൽ 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ധ്യാനത്തിൽ നിരവധി തുറകളിൽ നിന്നുള്ള ഒട്ടനവധി വിശ്വാസികളാണ് ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാലും ടീം അംഗങ്ങളുമായിരുന്നു ധ്യാനം നയിച്ചത്. ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് ഗ്രൗണ്ടിൽ 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കൊച്ചിയുടെ ആത്മീയാഘോഷമായ വചനസന്ധ്യ 2025 കൃപാഭിഷേക ബൈബിൾ കൺവെൻഷനാണ് സമാപനം കുറിച്ചത്. സമാപന ചടങ്ങുകൾക്ക് വിജയപുരം ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. വൈദിക ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു, സന്യാസ ജീവിതത്തിന് ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു, കുടുംബജീവിതങ്ങളിൽ തകർച്ചയുടെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവതി യുവാക്കളുടെ ജീവിതത്തിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. എന്തിനേറെ കുഞ്ഞുമക്കളുടെ ജീവിതം പോലെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ ലോകത്തിന് അനുരൂപരായി മാറാനായിട്ടുള്ള വലിയ വ്യഗ്രതയിലാണ് ഇന്ന് ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫാദർ റാഫി കൂട്ടുങ്കൽ, ഫാദർ ബെന്നി തൊപ്പിപ്പറമ്പിൽ, ഫാദർ ജോസഫ് ചിറാപ്പിള്ളി, ഫാദർ സന്തോഷ്, ഫാദർ മരിയൻ അറക്കൽ, ഫാദർ പ്രിൻസ് മാളിയേക്കൽ എന്നിവർ സഹകാർമ്മികരായി. നാനാജാതി മതസ്ഥരുൾപ്പെടെ നിരവധി തുറകളിൽ നിന്നുള്ള ഒട്ടനവധി വിശ്വാസികളാണ് ധ്യാന കേന്ദ്രത്തിൽ അനുഗ്രഹത്തിനായി എത്തിച്ചേർന്നത്. കൊച്ചി രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലാണ് കൃപാഭിഷേക ധ്യാനം ഉദ്ഘാടനം ചെയ്തത്. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാലും ടീം അംഗങ്ങളും കൺവെൻഷന് നേതൃത്വം നൽകി. 1.5 ലക്ഷത്തിലധികം നാനാജാതി മതസ്ഥരായ മനുഷ്യരാണ് ആത്മീയ ഉണർവിനായി ദിവസവും വൈകുന്നേരം നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2025 ഫെബ്രുവരി 16 അരുക്കുറ്റി പാതുവാപുരം പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ 103ാമത് തിരുനാൾ 2025 ഫെബ്രുവരി 11 മുതൽ 16 വരെ 23-ന് 8-ാം ഇടം.